എല്ലാവർക്കും സുഖമാണോ? ഓണത്തിന് ഇന്ന് ഒന്നാം ഓണമാണ്, അത്തം. ഇനി 10 ദിവസത്തോടെ കഴിഞ്ഞാൽ ഓണമാണ്, തിരുവോണമാണ്. അപ്പോൾ തിരുവോണത്തിനായിട്ട് എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ മൊത്തത്തിലൊരു ഓളമില്ല, ഒരു വൈബില്ല. തൃപ്പൂണിത്തറ മാത്രമേ വൈബുള്ളെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ വഴിയിലൊന്നും ഒരു വണ്ടി പോലും ഇല്ല. അപ്പോൾ ഇത് കണ്ടോ, ഒരു തലശ്ശേരിയിൽ നിന്നൊരു ഒരു സുഹൃത്ത് കൊണ്ടുവന്നാണ്. പുള്ളി ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളാണ്. പുള്ളി ഒരു TV കൊണ്ടുവന്നായിരുന്നു, പിന്നെ ഒരു പൈനിയറിൻ്റെ ആമ്പ്, പിന്നെ പുള്ളി പൈനിയറിൻ്റെ ആളാണെന്ന് തോന്നുന്നു. ഇതും പൈനിയറിൻ്റെ DVD പ്ലെയർ, പിന്നെ TV സോണിയുടെ ആയിരുന്നു കേട്ടോ. ഇത് സോണിയുടെ ഒരു വാക്കുമാൻ. ഇത്രയല്ലേ ഉള്ളൂ കൊണ്ടുവന്നുള്ളൂ, വേറെ വല്ല കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല ഇല്ല. ഇത്രയും സാധനമായിട്ട് പുള്ളി നേരിട്ട് ഇവിടെ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ നേരിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. തലശ്ശേരി എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് വളരെ ദൂരമാണ്. എനിക്ക് തോന്നുന്നൊരു 500 കിലോമീറ്റർ അപ്പുറം. അപ്പോൾ അതുകൊണ്ട് അത് പുള്ളി ഇന്നോ ഇന്നലെ കൊണ്ടുവന്നൊന്നുമല്ല, 3-4 മാസം മുമ്പ് കൊണ്ടു തന്നിരുന്ന കേസാണ്. അപ്പോൾ പുള്ളി പോകാറായി പുള്ളിക്ക്. അതുകൊണ്ട് ഇത് റിപ്പയർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുകയാണ്. ഇതിൻ്റെ പവർ സെക്ഷനിൽ വലിയൊരു കെണി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ തപ്പി കണ്ടുപിടിക്കണം. ഇതിൻ്റെ 110 സെലക്ടർ പറിച്ച് കളഞ്ഞ്. ഇത് കണ്ട് ഇങ്ങനെ ഒരു ഇതുള്ളൂ. അതിൻ്റെ അകത്തെ ആ കമ്പിയും പോയി. അപ്പോൾ അത് 110 ലൈൻ ഏതാണെന്ന് ഇനി ഞാൻ കണ്ടുപിടിക്കണം. അല്ലാതെ നമ്മളിപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ സംഗതി പണി കിട്ടുമല്ലേ. ഇതിവിടെ വന്നിട്ട് ഇതുവഴി റിലേ ആണ്. ഇതിൻ്റെ അകത്തെ ആ കണക്ഷൻ എങ്ങനെ വരും എന്നുള്ളതാണ്. 220 വോൾട്ട്, 110 to 220. ഇവിടെ 120 to 127. പിന്നെ മണ്ട 220 വോൾട്ട്, ഇവിടെ 240 വോൾട്ട്. ഇത് എങ്ങനെ സെലക്ഷൻ ആവും എന്നുള്ളതാണ് പഠിക്കേണ്ടത്. ഇത് കണ്ടോ, 4 മോഡുണ്ട്. ഇത് ഇവിടെ ഒന്ന് കാണിച്ചു കൊടുത്ത്. ഈ 4 മോഡിൻ്റെ സാധനം കളഞ്ഞിട്ട് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ 240, ഇങ്ങോട്ടിട്ടാൽ 120 to 127, ഇങ്ങനെ ഇട്ടാൽ 110, ഇങ്ങനെ ഇട്ടാൽ 220. ഇതിൽ 240 വയറിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ടാസ്ക്. അന്യായ ടാസ്ക്കാണ്. ഇത് കണ്ടോ, ഇത്രയും വയറുമുണ്ട്. ഇവിടെ നോക്ക്, ഇത്രയും വയറുണ്ട്. 1-2 വയറല്ല ചേരുള്ളത്, കുറേ വയറ്. ഏത് വയറ് വരുന്നത്, ഏത് വയറ് പോകുന്നത് എങ്ങനെ കണ്ടുപിടിക്കും? ടാസ്ക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം, അല്ലാതെ ഇപ്പോൾ എന്താ ചെയ്യുക. ഇവിടെ കയറി ഇവിടെ നിന്ന് വരുന്ന ലൈൻ, ഇതൊന്ന് വരുന്ന ലൈൻ ഒരെണ്ണം അങ്ങോട്ടും പോയി. ഓക്കെ, അവിടെ അതടുത്ത ലൈൻ. ഇതിപ്പോൾ നീല ഇങ്ങേറ്റത്തെ ലൈൻ. ഓക്കെ, അങ്ങേറ്റവും ഇങ്ങേറ്റവും കേട്ടോ. സാനിയാണ് STK-IC ഒറിജിനലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. സാനിയോടെ ഒറിജിനൽ STK-IC ആണ് ഇതിനകത്തിരിക്കുന്നത്. ഭയങ്കര ക്വാളിറ്റിയാണ് ഇതിന്. സാനിയോ STK 413 530 ഇവിടെ ഇരിക്കുന്നത്. ഈ സൈഡിൽ ഇപ്പറേ ഒരെണ്ണം ഇരിപ്പുണ്ട്, 2 ഉണ്ട്. ഇത് STK, ഇത് ഈ കറുപ്പ് അതാണ് STK-IC. സാനിയോ STK 413 530, STK 412 530. ഇത് ഇപ്പറേ ഇരിക്കുന്നു. ഇത് ആംപ്ലിഫയറിലെ രാജാവാണ്. ഇങ്ങോട്ട് നോക്കി, ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ കാണിച്ച് മൊബൈലെടുത്ത് കൈ പിടിക്കുക. സാനിയോ STK 412 530. ഇതാണ് ഒരു STK ഇരിക്കുന്നത്. ഇനി അതിൻ്റെ അടുത്ത STK ഇതാണ്ട് സാനിയോടെ തന്നെ D7B24 സാനിയോ STK 413 530 അടുത്ത STK. അങ്ങനെ 2 STK ബോർഡ്. ഇത് IC-യിലൊക്കെ ഇച്ചിരി ക്ലാവൊക്കെ ആയിട്ടുണ്ട്.
ആണ് സെറ്റ് മൊത്തത്തിലുള്ള വ്യൂ. ഫ്യൂസ് പോയിട്ടില്ല. ഈ കവറങ്ങ് മാറ്റാം. കോഡ് വരുന്നത് അല്ലെങ്കിൽ മതി. ഇത് ഇന്ത്യൻ കൂടെ അങ്ങോട്ട് കത്തിപ്പോവോ? സ്ക്രൂ ഒക്കെ ഉണ്ടായിരുന്നു. കത്തിയൊന്നുമില്ല.
കേട്ടല്ലേ. അഞ്ച് വോൾട്ട് ഇവിടെ വന്ന് 5 വോൾട്ട് വരുന്നുണ്ട്. 5 വോൾട്ടിൻ്റെ റെഗുലേറ്റർ ഔട്ട്പുട്ട് കറക്റ്റാണ്. ഇവിടെ വരേണ്ടതാണ്. എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് ബൈ നിൽക്കേണ്ടതല്ല. സ്റ്റാൻഡ് ബൈ ഇല്ല. വോൾട്ടുണ്ട്. ഫാൻ ചൂടാക്കി അത് കുത്തിക്ക്.
ഒരു എന്നെ ഒരു പീസ് കമ്പി പോലെ ഞാൻ മതി, ഒരു കമ്പി കഷ്ണം ഞാൻ. ട്രാൻസ്ഫോമറിൻ്റെ 110, 127 ലൈനുകളെല്ലാം കട്ട് ചെയ്ത് അതിൻ്റെ സോക്കറ്റ് കളഞ്ഞിടുന്നതുകൊണ്ട് നമ്മളിപ്പോൾ എങ്ങനെ ആ 240 ലൈൻ കണ്ടെടുക്കാനുള്ള തീവ്ര പരിശ്രമത്തിലാണ്. അപ്പോൾ വരുന്ന ലൈന് പോകുന്നതും വെച്ച് നല്ലപോലെ നമ്മുടെ എക്സ്പീരിയൻസും കൂടെ കൂട്ടിക്കുഴച്ചെങ്കിൽ ഈ ലൈൻ കണ്ടെടുക്കാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതാണ് സംഭവം. പുതിയ പുതിയ ടാസ്കുകൾ ആൾക്കാർ ഉണ്ടാക്കി തരിക. ഇന്നുവരെ ഇത്രയും നാൾ 110, 220 ഇരിക്കുന്ന സാധനം ഇന്ന് വരെ കളഞ്ഞു കൊണ്ടുവന്നിട്ടില്ല ആരും. അത് ഇത്രയും മോഡൽ 220, 200, 127, 220 എന്താ ചെയ്യും? ചില ഫ്ലക്സിങ് ആണ് കണ്ടുപിടിക്കാതെ നിവർത്തിയില്ലല്ലോ മക്കളെ. ഓംസ് വെച്ച് നോക്കുകയാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. ഓംസ് വെച്ച് നോക്കിയാൽ ഇത് രണ്ടും കൂടെ കൊടുക്കട്ടെ. ഓംസിൽ ഇത് രണ്ടും കൂടെ 0.9 ഓംസ്, 3.2 ഓംസ്. ഇതും കൂടെ വരുമ്പോൾ ഇടയ്ക്കാണ് 2.3 ഓംസ്, 2.6 ഓംസ്. ഇത് നമ്മൾ ഇരുപത്തി 3 ഓംസ്. നോട്ട് കോട്ടയ്ക്കായി 12 വോൾട്ട്.
ഹലോ. ഇതിൻ്റെ യൂട്യൂബ് പ്ലെയർ നോക്കാം. ഇതൊക്കെ പുള്ളി എടുത്ത് കുത്തിയതാണോ പുള്ളിയുടെ വയറൊക്കെ? തുറന്നോ? നിന്ന് തുറന്നോ? ഞാനത് ഊരി വിട്ടാണ്. ഞാനത് നോക്കട്ടെ. അല്ലെ കണ്ണാടി ഇങ്ങനെ തരി അവിടെ കൊണ്ട് വെച്ചു. അല്ല ചുളുങ്ങി കൊടുന്നു. Right. ഒരിക്കൽ
ആ ബൾബിന് എടുക്കാം. ചെറുത് മതിയാ. ചെറുത് ഇവിടെ കണ്ടില്ല. ആ ഇത് ഇതല്ല 230. ചെറുത് മതി. ബൾബിൻ്റെ ആവശ്യം കഴിഞ്ഞാ കഴിഞ്ഞിട്ട് പ്രാവശ്യം വരുന്ന അറിയത്തില്ല. വിളിച്ചേരെ. തിരക്ക് സമയമായതുകൊണ്ട് തക്കാലം ഇവിടെ പണി നിർത്തുവാണ്. കാരണം സൂത്രപ്പണിയിലൊന്നും കാര്യം നടക്കില്ല. ലൈനും എല്ലാം കട്ടായി പോയതുകൊണ്ട് സെലക്ടറും ഒക്കെ പോയി കിടക്കുമല്ലേ. ലൈനും ഒക്കെ നോക്കി എടുക്കണമെങ്കിൽ തിരക്ക് പറക്കുള്ളപ്പോൾ നടക്കില്ല. ഓണായല്ലോ. ഓക്കെ, ഓണായി ഓണായി ഓക്കെ. ഇനി സ്പീക്കർ കൊടുത്താൽ മതി.
ആ അപ്പം എൻ്റെ പ്രയോഗം ഏറ്റു. ചാച്ചനോടെ കളി. പിന്നെ ഒരു കാര്യം ഇവിടെ നോക്കിട്ടെ, ഇതിപ്പോൾ അങ്ങനെ അങ്ങ് ഡിസ്പ്ലേ അങ്ങ് ഡിമ്മായി പോകുന്ന രീതിയാണെന്ന് തോന്നുന്നു. ഇത് കഴിയുമ്പോഴേ മനസ്സിലായി. ഒരു കാര്യം ഇവിടെ നോക്കിക്കോട്ടെ, ഞാനിവിടെ വേറൊരു പ്രയോഗം ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പ്രയോഗം ഇതിനാവശ്യമുണ്ടോ എന്നൊരു സംശയം. ഓക്കെ, ആവശ്യമുണ്ട്. ഡുവൽ പ്രയോഗമാണ്. ഹലോ, കോഴിക്കോട് നിന്നാണേ. ആ കോഴിക്കോടെന്നോ, പറഞ്ഞോളൂ. ഒരു ബ്ലൂടൂത്ത് അയച്ചിരുന്നേ. ശ്യാം എന്നാ പേര്, പഞ്ചാബ് നാഷണൽ ബാങ്ക്. എന്നാ അയച്ചതാ? അയച്ചത് ഒരു ദിവസമായി, ഏകദേശം ഒരു ഇന്ന് വന്നു, നിന്ന് പോയായിരുന്നു. അപ്പോൾ ഞാൻ എടുക്കാം. ഓണായതപ്പോൾ കിട്ടിയില്ലേ? കുട്ടിക്കാണുമായിരിക്കും. ഞാൻ അങ്ങോട്ട് ഇപ്പോൾ ഫോൺ വിളിക്കാൻ പോയപ്പോഴാണ് പോയെന്ന്. ഇപ്പോൾ ഓണാണേ. ഓടുന്നുണ്ടല്ലോ. ഇപ്പോൾ ഓടുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം കൂടി ഓടും നിന്ന് കഴിഞ്ഞിട്ടും. അതെയോ? ഒന്നാ നിർത്തിയാലേ. പിന്നെ എടുക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ പ്രശ്നമായിരുന്നു. അതായത് ഇതിൻ്റെ ഈ സെലക്ടർ, ഇത് കണ്ടോ, സെലക്ടർ എല്ലാം വലിച്ചു പറിച്ച് കളഞ്ഞത് കൊണ്ട് ഇതിൻ്റെ അകത്തെ സാധനം ഒന്നുമില്ല സെലക്ടറിൻ്റെ. അപ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കി ചെയ്തില്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ ഇത് കത്തിപ്പോവും, ട്രാൻസ്ഫോമർ കത്തിപ്പോവും. കംപ്ലൈൻറ്റ് എന്നായിരുന്നു പറയണമെന്നല്ലേ പലരും പറയുന്നത്, അതുകൊണ്ട് വിശദമായിട്ട് പറയാം. ഇത് പൂർണ്ണമായിട്ട് ഡെഡായിരുന്ന ഒരു സെറ്റാണ്, പൂർണ്ണമായിട്ടും ഡെഡായ ഒരു സെറ്റാണ്. ഞാൻ വേർത്ത എന്നാന്ന് വെച്ചാൽ ഞാൻ കുറേ നേരമായിട്ട് വേർക്കുകയാണ്. ഞാൻ നല്ലപോലെ വേർത്താണ് ഇത് ഞാൻ കണ്ടുപിടിച്ചത്. ശരിക്കും വേർത്തു. ഇതിനെ ഒരു 2 പോയിന്റിൽ ഫ്യൂസബിൾസ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ ഈ ട്രാൻസ്ഫോമർ ഓപ്പൺ ആയിരുന്നു. ട്രാൻസ്ഫോമർ ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സെലക്ടർ സ്വിച്ച് കളഞ്ഞ്, ഞാനിപ്പോൾ ഒട്ടിച്ചു വിട്ടാം. സെലക്ടർ സ്വിച്ച് കളഞ്ഞെന്ന് പറഞ്ഞാൽ ഇതിന് 4 സെലക്ടർ സ്വിച്ച് ആയിരുന്നുള്ളത്. ഒരു 120 വോൾട്ടും 120 to 127. പിന്നെ ഇത് ഞാൻ ചുമ്മാ പൊട്ടിച്ച് വെച്ചാൽ അവിടെ തുറന്ന് 220, 110, 240, 220, 240, 110, 127, അങ്ങനെ 4 സെലക്ടർ ഇവിടെ. മറ്റേനൊരു 240. ഇത് ചെറിയ ട്രാൻസ്ഫോമർ ഉണ്ട്, ഇവിടെ ഒരു ചെറിയ ട്രാൻസ്ഫോമർ ഉണ്ട്. ഈ ചെറിയ ട്രാൻസ്ഫോമറിന് അതിന് 110 ഇവിടെ ഒരു. ഇത് തന്നെ 3.5 വോൾട്ട് പവർ വന്നിട്ട് ഇവിടുന്ന് ഇതിലേക്ക് വന്ന് ഈ ട്രാൻസ്ഫോമറിൻ്റെ റിലേ ഓണാകണം. ഉണ്ടാകണമെങ്കിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ ഇവിടെ രണ്ടും വർക്കൗട്ട് ആകണം. അങ്ങനെ ചെയ്ത നമ്മളിത് ഓണാക്കിയത്. ഇനിയിപ്പോൾ ഞാനത് 3 പോയിന്റുകൾ ഞാനത് ചെയ്തിട്ടുണ്ട്. ട്രാൻസ്ഫോമർ ഞാൻ സെലക്ട് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഫ്യൂസുകൾ പോയ 2 ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ റിലേ പോയിട്ടുണ്ട്, ആ റിലേയും ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. തൽക്കാലം നമുക്കിത് വർക്ക് ചെയ്യാനത് മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഓണാവുമെന്ന് ചോദിച്ചാൽ റിലേ ഇനി ഓണാവും. പക്ഷേ ഈ സപ്ലൈ അവിടെ ചെന്നെങ്കിൽ മാത്രമേ നമുക്കിത് ഓണാവത്തുള്ളൂ. ഞാനത് ഒന്നുകൂടെ ഒന്ന് നോക്കുകയാണ്. അവിടെ ആ സപ്ലൈ ചെന്നില്ല, ഇത് ഓണാകത്തില്ല. അപ്പം നമ്മൾ ആ സപ്ലൈയും കൂടെ കൊടുക്കുകയാണ്. തലശ്ശേരിയിൽ നിന്ന് കൊണ്ടുവന്നാണ് പുള്ളിക്ക് ഇപ്പം തന്നെ ചെയ്ത് ഫിനിഷ് ചെയ്ത് വിടുകയും വേണം എനിക്ക്. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഞാൻ ചെറിയ കമ്പി കൊടുത്തേക്കുന്നതിൻ്റെ ഒരു പ്രശ്നം വന്നാൽ അടിച്ച് നിന്ന് പോകണം.
അപ്പം ദൈവം അനുഗ്രഹിച്ച് അയാൾ ഭാഗ്യമുള്ള നല്ലൊരു മനുഷ്യനായതുകൊണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി പാട്ടുകൂടെ കേട്ടാൽ മതി. അപ്പോൾ നമുക്കൊരു പാട്ട് നോക്കണ്ടേ? ഇതിപ്പോൾ എഫ് എം ആയതുകൊണ്ട് അറിയത്തില്ലല്ലോ. ഉണ്ടുണ്ട്, വന്നല്ലോ. അപ്പോൾ ഉണ്ട്. ഇതിൻ്റെ ഒരു സോക്കറ്റിൻ്റെ കംപ്ലൈൻ്റ് ആണ്. അതുകൊണ്ട് പോയി, നോ പ്രോബ്ലം. ഒരു ചാനല് ഉണ്ട്. സറൗണ്ടിൻ്റെ സെൻറ്ററും ഒക്കെയാണ്, ഫ്രണ്ടും ഒക്കെയാണ്. അപ്പോൾ സറൗണ്ടിൽ ഇട്ടാലേ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് സറൗണ്ട് വരുന്നത്. ഇത് ഓക്കെ, സറൗണ്ടിലിട്ടാലേ കിട്ടുള്ളൂ. ഓളി എല്ലാം ഓക്കെയാണ്. അത് ഒക്കെ ആംപ്ലിഫയർ കേട്ടോ. 90 ഒന്നിട്ട് നോക്കട്ടെ കിട്ടുമോ. ഒരു എഫ് എമ്മിൻ്റെ ഒരു വേരിയേഷൻ ഇട്ടാൽ റേഡിയോ കിട്ടും. ഒരു വേരിയേഷൻ ആണ്. ആ ചേട്ടനെ വിളിക്കുവാണെങ്കിൽ ഇത് നമുക്ക് ഫിനിഷ് ചെയ്യാം. കാണിച്ചിട്ടേ ഇത് 90 FM 90 FM അത് 90 FM അമൽ ജ്യോതി FM കിട്ടുന്നുണ്ട്. ഇനി ലൈനിൻ്റെ കൂടെ വേണമെന്ന് കൊടുത്ത് നോക്കിയേക്കാം. ലൈനിനും കൂടെ കൊടുത്ത് നോക്കിയാൽ ഇത് ഫിനിഷ് ചെയ്യാം. നിങ്ങൾ എന്നാണേലും ഇവിടെ നോക്കുക. ഇത്രയും വയറുണ്ട്, ഇത്രയും മോഡുണ്ട്. ഇതേതെക്കാലം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ പൈനറിൻ്റെ ഈ സാധനം നന്നാക്കിയിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ നന്നാക്കാത്ത സാധനം അതിൻ്റെ ലൈൻ കണ്ടുപിടിച്ച് കൊടുത്ത് ഞാനിത് പാടിച്ചെങ്കിൽ എൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്തോന്ന് നിങ്ങൾ ചിന്തിക്കുക. നീ മിടുക്കനാന്ന് പറഞ്ഞാൽ പോരാ. എന്നെ തെറി പറയുന്ന ചില ആൾക്കാന്മാരുണ്ട്, ചില ആൾക്കാർ, അവരത് പറയണം എൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നതാണോ എന്ന്. അവസരത്തിനൊത്ത് പണിയുന്നവനാണ് ഒരു മെക്കാനിക്ക്. അല്ലാതെ കാര്യത്തിന് ഓരോ സമയത്തിനനുസരിച്ച് നമ്മൾ ബ്രെയിൻ മാറണം. അല്ലാതെ ഒരു കംപ്ലൈൻറ്റ് ഒരു പ്രാവശ്യം വന്ന കംപ്ലൈൻറ്റ് പിന്നെ ഒരിക്കലും ജീവിതത്തിൽ വരാറില്ല, വളരെ കുറവാണ്. നല്ല ഔട്ട്പുട്ടാണ്. STK-IC അല്ലേ. നമുക്കൊരു ഇൻപുട്ടും കൂടെ നോക്കിയേക്കാം. DVD ലൈനിന് ഇത് ഔട്ട്, മോണിറ്റർ ഔട്ട്, CD ഇന്ന് കൊടുത്തേക്കാം. CD ഇന്നും കൂടെ നോക്കിയാൽ ഒപ്റ്റിക്കൽ ഇൻപുട്ട് വരെ ഉണ്ട്. ഇതിൻ്റെ പിന്നെ കോയാക്സിലുണ്ട്, എല്ലാം ഉണ്ട്. സൂപ്പർ സാധനമാണ് പൈനിയറിൻ്റെ.
FM മാറി നമ്മൾ CD യിലേക്ക് മാറ്റുകയാണ്. AM ട്യൂണർ സ്റ്റേഷന് CDR ടേപ്പ് CD അടിപൊളി. ആർക്കെ അപ്പോൾ ആ ചേട്ടനെ ഇനി വിളിച്ചോ, കാണിച്ചു കഴിഞ്ഞാൽ ഇത് പാക്ക് ചെയ്ത് വിടാം കേട്ടോ. പിന്നെ ആരാണ്ടൊക്കെ ചേർന്ന് ഒരു പ്ലെയിൻ തട്ടിക്കൊണ്ടുപോയതിന്റെയും അപ്പോൾ ഈ സെറ്റ് ശരിയായിട്ടുണ്ട്. ഇതിൻ്റെ ഈ സെലക്ടർ പറിച്ച് കളഞ്ഞുകൊണ്ടാണ് കുഴപ്പം വന്നത്. അത് എന്നിട്ട് തോന്നിവാസം കൊടുത്ത് നോക്കിയപ്പോൾ ഓരോ സെക്ഷൻ കട്ടായി പോയി. അപ്പോൾ കറക്റ്റ് ചെയ്യാൻ കൊടുത്ത് ഇപ്പോൾ സെലക്ഷൻ എല്ലാം കറക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സെറ്റ് റെഡിയാണ്. ഏറ്റവും കൂടുതൽ ടോയ്സ് വാങ്ങി തന്നിട്ടുള്ളത് FM മാർക്കിംഗ് ആണേ. FM ഞങ്ങളിവിടെ നോക്കിയായിരുന്നു. FM 90 FM ഉണ്ട് ഇവിടെ. എന്ത് ഉണ്ട് FM കിട്ടിയായിരുന്നു. ഒരു വയറ് കൊടുക്കണം അവിടെ. അതെ, ചെറുതായിട്ട് കിട്ടുന്നതാണ്. FM കിട്ടുന്ന സ്ഥലത്തെല്ലാം കിട്ടും. അപ്പോൾ ഇത് റെഡിയായി. ഇനി ഇതുള്ളൂ. ഇത് റെഡി ആയത് നമുക്ക് പാക്ക് ചെയ്തേക്കാം. ഇത് പാക്ക് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം പറഞ്ഞുതരാം. ഇപ്പം ഞങ്ങൾ ഇത് ശരിയാക്കി. രണ്ട് സാധനം ശരിയാക്കിയത് ഇത് രാവിലെ ശരിയാക്കിയതാണ്. ഒരു എമഹയുടെ ആംപ്ലിഫയർ ശരിയാക്കി. ഇതിപ്പോൾ പൈനിയർ ശരിയാക്കി. പക്ഷേ ഇത് രണ്ടും രണ്ട് വ്യത്യസ്തമായ സാധനങ്ങളാണ്. ഇത് പൈനിയർ ആണെങ്കിൽ ഇത് സാനിയോടെ STK-IC ആണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. സാനിയോടെ അല്ല, യൂട്യൂബിൽ ഇടാൻ വേണ്ടി ഞാൻ ചുമ്മാ പറഞ്ഞെന്നേ ഉള്ളൂ, ആൾക്കാർക്കൊന്ന് മനസ്സിലാവാനേ. അപ്പം ഇത് നല്ല STK നല്ല. രണ്ടും ഒന്ന് വീഡിയോയിൽ ആദ്യം കാണിച്ചു. ഇത് കണ്ടു. ഇതിപ്പോൾ ഈ പൈനിയറിൻ്റെ ഈ AVR എന്നുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പൈനിയറിൻ്റെ AVR ആണ്. വർക്കിംഗ് ആണ്, റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഫുൾ വീഡിയോ പിന്നെ ഞാൻ ഇട്ട് തരാം. നമ്മളിതിൻ്റെ വീഡിയോ എടുത്തായിരുന്നു. കുറച്ച് പണിയും കൂടെ ഉണ്ട് ഇതിൻ്റെ തീരെ. ഇത് ഓക്കെയാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് മോസ്പെറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. മോസ്പെറ്റാണ് ഉപയോഗിക്കുന്നത്. ഇതുകൊണ്ട് അതിൻ്റെ മോസ്പെറ്റ് ഈ സൈഡിൽ വരുന്നുണ്ടെന്ന് കാണിച്ചു കൊടുത്താൽ മോസ്പെറ്റ് എന്നാണ്. ഇതുണ്ട് ഇങ്ങനെ ചെറിയ IC-കൾ, ട്രാൻസിസ്റ്റർ പോലെയുള്ള സാധനമാണ് മോസ്പെറ്റ്. ഇവിടെ കാണാം, ഇവിടെ 1-2 കാണാം. ആ മൂലയ്ക്ക് കണ്ടോ, ആ മൂലയ്ക്ക് ചെരിഞ്ഞിരിക്കുന്നുണ്ടോ, അതാണ് മോസ്പെറ്റ്. അതങ്ങനെ നിരത്തി വെച്ച് കാണിക്കാം. ഇതിലിരിക്കുന്ന STK 413 530 ഒരു STK. സാനിയോ ഉണ്ടാക്കിയതാണ്. STK-IC തന്നെ സാനിയോടെയാണ് ഒറിജിനൽ എന്ന് പറയുന്നത്. സോണി വരെ ഈ സാനിയോടെ ഈ IC മേടിച്ച് സോണിയുടെ ഡെക്കയിലെല്ലാം ഈ STK-IC ആണ് സോണി കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഉപയോഗിച്ച് സോണിക്ക് ആ സൗണ്ട് ക്വാളിറ്റിയിൽ അത്രയും പേരുണ്ടാക്കി കൊടുത്തത് ഈ സാനിയോടെ IC ആണ്. STK സോണിക്കുള്ളത്തെ സാനിയോ എന്ന് അടിക്കാതെ സോണി എന്ന് എഴുതി കൊടുത്തെങ്കിലും എൻ്റെ യഥാർത്ഥ പിതാവ് എന്ന് പറയുന്ന സാനിയോ ആണ്. അപ്പോൾ അത് കാണിച്ച് 2 നമ്പർ IC ആണ്. ഇതിന് 6 ചാനലിലും കൂടെ വെച്ചിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയാണ്. ഇന്നും ആ 2 IC പോയിട്ടില്ല. നല്ല ക്വാളിറ്റിയാണ്. ഈ മോസ്പെറ്റ് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. രണ്ടും 2 രീതിയിലുള്ള സൗണ്ട് ക്വാളിറ്റിയാണ്. ഇതിൻ്റെ നമ്പർ ഒന്ന് വായിച്ചു വന്നു. 412 530. മറ്റേത് 412 500. ഇത് 413 530. 2 അതായത് ഒന്ന് ബാസ് കൂടുതൽ വേണ്ട ഒരു അതായത് ആ നമ്പർ അനുസരിച്ച് ഇതിനകത്തെ ഔട്ട്പുട്ടിനും വ്യത്യാസം ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ഇവരിത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് അടയ്ക്കുന്നതിന് മുമ്പേ എനിക്കിവിടെ ഒരു 1-2 പോയിന്റ് സോൾഡർ ചെയ്യാനുണ്ട്. 18 കൊല്ലം ആയതാണോ? അപ്പോൾ 18 വർഷം പഴക്കമുള്ള സാധനമാണ് പനീറിൻ്റെ അമ്പ്. അതെ.
ആ ലെൻസോടെ ഞാൻ എനിക്കൊന്ന് രണ്ട് നമ്മുടെ വർക്ക് തീർന്നു. ഇനി നമുക്ക് പാക്ക് ചെയ്തേക്കാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പതിനെട്ട് വർഷമായതുകൊണ്ട് സ്ക്രൂ ഒക്കെ ഇച്ചിരി മാറ്റം വരാം. കാരണം പല പ്രാവശ്യം അയച്ചു കഴിയുമ്പോൾ നമ്മുടെ ആൾക്കാരല്ലേ സ്ക്രൂ ഒക്കെ ചെറിയ മാറ്റം വരുത്തും. നല്ലപോലെ ലോക്ക് നല്ലപോലെ എന്തോ അതെ അല്ലേ. ഇതിൻ്റെ സ്ക്രൂ ചെയ്താൽ തന്നെ ഈ കോടാണേലും ഏത് കോടാണേലും കയറും. ഇത് മറ്റേ കോടായിപ്പോയി. മറ്റേ മൾട്ടിപ്ലക്സ് ഓക്കെയാണ്. മൂവി, സ്റ്റീരിയോ, സറൗണ്ട്, ഡ്രാമ, എല്ലാ മോഡി ഫിലിം, ഇതൊക്കെ പണ്ടത്തെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത് ക്വാളിറ്റിയാണ്.